ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്ന a+b² എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് a+b എന്ന് പറയുന്ന സൈഡുള്ള ഒരു സ്ക്വയറാണ്. ആ സ്ക്വയറാണ് ഇത് വലിയ സ്ക്വയർ. അതിനകത്ത് നോക്കിയാൽ കാണാം എ സൈഡ് വരുന്ന ചെറിയൊരു സ്ക്വയറും പിന്നെ ബി സൈഡ് വരുന്ന അതിലും കുറച്ചുകൂടി വലിയൊരു സ്ക്വയറും വരും. പിന്നെ അതിനകത്ത് എ ബി സൈഡുള്ള ഒരു റെക്റ്റാങ്കിളും എ ബി സൈഡുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ കാണും. അപ്പം a+b ഇത് a+b സൈഡ് വരുന്ന ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി എന്നറിയാം. അപ്പം സ്ക്വയറിൻ്റെ ഏരിയയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം എ സൈഡ് വരുന്ന ഈ സ്ക്വയറിൻ്റെ കാണണമെങ്കിൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യണം. a² വരും. അതുപോലെ തന്നെ ബി സൈഡ് വരുന്ന ഈ സ്ക്വയറിൻ്റെ ആണെങ്കിൽ ഇവിടെ b² വരും. അതിനുശേഷം ഈ റെക്റ്റാങ്കിൾ ആണെങ്കിലും നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെ ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു AB വരും. അതുപോലെ തന്നെ മറ്റേ ട്രയാങ്കിളിൻ്റെ ഇവിടെ ഒരു AB വരും. ജസ്റ്റ് ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. വരുമ്പോൾ a² + b² + 2ab എന്ന് കിട്ടും. ഇതുപോലെ തന്നെ a - b² ചെയ്യാൻ പറ്റുന്നതായിട്ട്